ഹായ് ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ വന്നിരിക്കുകയാണ് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട്. അപ്പോൾ കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം കുറച്ച് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 2 മാസത്തോളം നമ്മൾ വീഡിയോസൊന്നും അധികം ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി എല്ലാ വീക്കിലും ഓരോ വീഡിയോ ഉണ്ടാവും കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പഫ് സ്ലീവ് വിത്ത് ഫ്ലയേഡ് മിനി ഡ്രസ്സാണ്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആട്ടോ. ഞാൻ ഇപ്പോൾ മിൻട്രയിലും അതേപോലെ ഒരുപാട് വെബ്സൈറ്റിലൊക്കെ നോക്കിയപ്പോൾ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരെണ്ണം ചെയ്യാമെന്ന്. പിന്നെ ഇത് നമ്മൾ കോളറാണ് കൊടുത്തിരിക്കുന്നത്, ബാക്കിൽ ടൈയും കൊടുത്തിട്ടുണ്ട്. വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാനിവിടെ 2 മീറ്റർ മാറ്റ് സാറ്റിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നോർമൽ സാറ്റിനേക്കാളും കുറച്ചുകൂടെ കട്ടി കൂടുതലായിരിക്കും. കുറച്ച് പോളിസ്റ്ററും കൂടെ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് വരുന്നത്. ടോപ്പ് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 മടക്കി വെച്ചിട്ടുണ്ട് ക്ലോത്തിനെ. ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അത് നേരെ നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ടോപ്പ് പോർഷൻ്റെ ലെങ്ത്തായിട്ട് ഇവിടെ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ലെങ്ത്തായിട്ടല്ല കേട്ടോ നമ്മൾ ടോപ്പിൻ്റെ പോർഷൻ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നേരെ നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഷോൾഡറിന് വേണ്ടി നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ആം ഹോളിൻ്റെ ലെങ്ത്തായിട്ട് ഒരു 7 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ടാട്ടോ നമ്മളിത് ചെയ്തിട്ടെടുക്കുന്നത്. അതുകൊണ്ട് 9 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ചെസ്റ്റിന് വേണ്ടിയിട്ട്. അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ഒന്നിട്ട് വരച്ചിട്ടെടുക്കാം. ഇനി നമ്മൾ ടോപ്പ് വശത്തിൻ്റെ വിടുത്തായിട്ട് സെൻറ്ററിൽ നിന്ന് 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ടോപ്പിൻ്റെ എഡ്ജിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇതൊരു 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എക്സ്ട്രാ നമ്മൾ ഇത് താഴെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അതും കൂടെ ഒന്ന് നേരെ നീട്ടി വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സൈഡിലൊക്കെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമുക്കിത് 2 പോർഷൻ കിട്ടിയിട്ടുണ്ട്, ബാക്കും ഫ്രണ്ടും കിട്ടി. അപ്പോൾ ഞാനത് ബാക്ക് ഫ്രണ്ട് എന്ന് 2 ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിൻ്റെ വിടുത്തായിട്ട് 2.5 ഇഞ്ചാണ് സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ താഴത്തോട്ട് നെക്കിൻ്റെ ലെങ്ത്തായിട്ട് താഴത്തോട്ട് വീണ്ടും 2.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരു റൗണ്ട് നെക്കായിട്ട് നമ്മൾ ചെയ്തിട്ടെടുക്കുക ചെയ്യുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലത്തെ നെക്കാണ് നമ്മൾ ചെയ്തിട്ടെടുക്കുന്നത്. ബാക്കിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ നെക്കൊന്ന് വരച്ചിട്ട് കാണാം 2 സൈഡും. അപ്പോൾ ബാക്കും ഫ്രണ്ടും നമ്മളിതേ വരച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഫ്രണ്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ ബാക്കിൻ്റെ നെക്കിൽ ഇതേ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി താഴോട്ട് നമുക്കൊരു ചെറിയൊരു കട്ടിങ് ഓപ്പണിങ് വിടണം. അതിനായിട്ട് ഇതേ 3 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് 2 സൈഡിലും ആയിട്ട് ഒരു 4 ഇഞ്ചിലും കുറവായിട്ട് ഇതേ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വി ആയിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. 4 ഇഞ്ചിലും കുറവായിട്ടോ ഇതിൻ്റെ അളവെടുത്തിരിക്കുന്നത്. ഒന്ന് വി ആയിട്ടൊന്ന് വരച്ചിട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ലൈനിങ് ഈ ടോപ്പ് പോർഷനിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പ് പോർഷനിൽ മാത്രമേ ലൈനിങ് വെച്ച് കൊടുക്കുന്നുള്ളൂ, താഴോട്ട് ലൈനിങ് വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ലൈനിങ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മുടെ ക്ലോത്തിൻ്റെ ടോപ്പിൻ്റെ നല്ല വശം കൂടി ഒരുമിച്ച് ചേർത്ത് വയ്ക്കുക. മാർക്കിങ്സൊക്കെ വരുന്നത് പുറത്തോട്ടാക്കി വയ്ക്കുക. എന്നിട്ട് നെക്കൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെ ഒരേപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ബാക്കിൻ്റെ നെക്ക് മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ. നമ്മൾ വി മാർക്ക് ചെയ്തില്ലേ, അപ്പോൾ നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ വിയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ കറക്റ്റ് ആ വി മാർക്ക് ചെയ്ത് അതിലൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ബാക്കിൽ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആവശ്യമില്ലാത്ത പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ചെറിയ കട്ട്സ് കൊടുത്തിട്ട് നമുക്കൊന്ന് മറിച്ചിടാം. ബാക്ക് ഒരേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ബാക്കും ഫ്രണ്ടും നമ്മൾ മറിച്ചിട്ടതിന് ശേഷം നെക്കിൻ്റെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ എഡ്ജ് വശം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ. ഇനി ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് വെച്ച് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ബാക്കിൻ്റെ നല്ല വശവും ഫ്രണ്ടിൻ്റെ നല്ല വശവും ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് കാണാം.
അപ്പോൾ നമ്മൾ ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ ടൈ വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ ലെങ്ത്ത് ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് ഞാനൊരു 44 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 എഡ്ജ് വശവും ഈ എഡ്ജ് വശം വരുന്നത് ഇങ്ങനെ ഒന്ന് ഉള്ളോട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ 2 എഡ്ജ് വശവും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. 2 എഡ്ജ് വശം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. 2 എഡ്ജ് വശം ഫോൾഡ് ചെയ്യാം. എന്നിട്ട് അതും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേ കോളർ ടൈ നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഇതേ ടൈൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബെൽറ്റൊക്കെ വെച്ച് കൊടുക്കുന്ന പോലെ തന്നെ ഇത് നെക്കൊന്ന് കവറായിട്ട് നിൽക്കുന്ന രീതിക്ക് നമ്മൾ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ ഒരു എഡ്ജ് വശം ഉള്ളോട്ടാക്കുക. അങ്ങനെ നമ്മൾ നോർമലായിട്ട് ബെൽറ്റൊക്കെ വെച്ച് കൊടുക്കുമല്ലോ, അതേപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് സെൻറ്ററിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടുന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലോട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതേ ടൈ നമ്മളിത് കവർ ചെയ്ത് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ടൈൻ്റെ ഒരു എഡ്ജ് മുതൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പുറത്തെ എഡ്ജ് വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേ എഡ്ജിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. രണ്ടും കൂടെ കൂട്ടി പിടിച്ചിട്ട് ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇത് മൊത്തം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ കോളർ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ബോട്ടത്തിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാൻ വേണ്ടി 2 ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 22 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ താഴത്തോട്ടുള്ള ലെങ്ത്ത് വന്നിട്ട് 16 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ക്ലോത്തിൻ്റെ മുകളിലായിട്ട് നമ്മളൊന്ന് ലൂസ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. 2 ക്ലോത്തിൻ്റെ മുകളിലായിട്ട് ലൂസ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. നമുക്ക് ചെറിയൊരു ഫ്രിൽസ് വെച്ച് കൊടുക്കാനാണ്. നമ്മൾ ഒരുപാട് ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നില്ല, ചെറുതായിട്ട് വെച്ച് കൊടുക്കുന്നുള്ളൂ. അതിൽ നമ്മൾ ലൂസ് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇത് ഒരു ത്രെഡ് മാത്രം വലിച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രിൽസ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ഫ്രിൽസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോട്ടത്തിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ടോപ്പ് പോർഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോപ്പ് പോർഷൻ്റെ നല്ല വശവും ബോട്ടത്തിൻ്റെ നല്ല വശവും ഒരുമിച്ച് ചേർത്ത് വയ്ക്കാം. ഇനി ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ഒരുമിച്ച് ചെയ്തിട്ടെടുക്കണം. ഞാൻ ഒരെണ്ണം മാത്രമേ കാണിച്ചുള്ളൂ. അപ്പോൾ ഇതേ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. 2 വശം കേട്ടോ, ബാക്കും ഫ്രണ്ടും ഒരുപോലെ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ബാക്കും ഫ്രണ്ടും ഒരുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി താഴത്തോട്ടുള്ള ലെയർ വെച്ച് കൊടുക്കണം. ഏറ്റവും അവസാനത്തെ താഴത്തോട്ടുള്ള ഫ്രിൽസിനുള്ള ലെയർ വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ 10 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. ഈ വീതി നമ്മൾ താഴത്തോട്ടുള്ള ലെങ്ത് ആയിട്ടോ കൂട്ടുക കേട്ടോ. പിന്നെ ഇതിൻ്റെ നീളം എന്ന് പറയുക വെച്ചാൽ ലെങ്ത്ത് എന്ന് പറയുക വെച്ചാൽ 1 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അങ്ങനെ 2 മീറ്റർ എടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് 1 മീറ്ററും ബാക്കോട്ട് 1 മീറ്ററും. ഇതിൻ്റെ ഒരു എഡ്ജ് വശം നമ്മളൊന്ന് ലൂസ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അടുത്ത എഡ്ജ് വശം നമ്മളൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്യുകയോ അതേപോലെ ഒന്ന് റോൾഡ് ഹെം ചെയ്തിട്ടെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു എഡ്ജ് വശം റോൾഡ് ഹെം ചെയ്തിട്ടെടുക്കുകയാണ്. ഒരു എഡ്ജ് വശം നമ്മൾ ലൂസ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഒരു എഡ്ജ് വശം നമ്മളിതേ റോൾഡ് ഹെം ചെയ്തു. പിന്നെ ഒരു എഡ്ജ് വശം നമ്മൾ ലൂസ് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഈ ലൂസ് സ്റ്റിച്ച് ചെയ്തത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിലത്തെ ഒരു ത്രെഡ് മാത്രം ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് നമുക്കൊന്ന് ഫ്രിൽസ് ചെയ്തിട്ടെടുക്കാം. ഇത് അത്യാവശ്യം നല്ല ഫ്രിൽസ് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ഫ്രിൽസ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതേ നമ്മൾ ഫ്രിൽസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോട്ടായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുവാണ്. അപ്പോൾ നല്ല വശം ബോട്ടത്തിൻ്റെ നല്ല വശവും നമ്മൾ ഫ്രില്ലിൻ്റെ നല്ല വശം ഒരുമിച്ച് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രിൽസ് വെച്ച് കൊടുത്തു. ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സ് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് നല്ല ലെങ്തിയിട്ട് നല്ല വിടുത്തിയിട്ടൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് 4 മടക്കി വെച്ചിട്ടുണ്ട്. ഇതേ കണ്ട 4 മടക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് തയ്യൽ തുമ്പിന് വേണ്ടി. അത് നേരെ നീട്ടി വരച്ചു കൊടുക്കുകയാണ്. 4 മടക്കിയതിന് ശേഷം നമുക്കൊരു 11.5 ഇഞ്ചാണ് ടോട്ടൽ ഇതിൻ്റെ വിടുത്തായിട്ട് കിട്ടുന്നത്. എഡ്ജിന്ന് സെൻറ്ററിലോട്ട് ഒരു 7 ഇഞ്ച് വീഡിയോ കാണുന്ന അതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കി നമുക്കൊരു 4.5 ഇഞ്ച് അവിടെ ഫ്രീ ആയിട്ട് കിട്ടുക നമുക്ക് ഫ്രിൽസിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എഡ്ജിന്ന് എഗെയിൻ താഴോട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ സെൻറ്റർ 3.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്താൽ ആ 3.5 ഇഞ്ച് താഴോട്ട് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 3 ഡോട്ട്സും നമുക്കൊന്ന് ഈ 3 മാർക്കിങ്സും ഒന്ന് ജോയിൻ ചെയ്തിട്ടെടുക്കാം.
സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് താഴോട്ട് ഒരു 20 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്ലീവിൻ്റെ വിഡ്ത്തിനായിട്ട് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെൻറ്ററിൽ നിന്ന്. ഇനി ഈ 2 മാർക്കിങ്സോടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി തയ്യൽ തുമ്പിനായിട്ട് ആം ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ താഴെ നമ്മൾ വിഡ്ത്തിൻ്റെ അവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് ഇലാസ്റ്റിക് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് താഴെ നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവിൻ്റെ ഈ ആം ഹോളിൻ്റെ അതിലൂടെ ലൂസ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതേ ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലൊരു ത്രെഡ് വലിച്ചിട്ട് ഇതൊന്ന് ഫ്രിൽസ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ 2 സ്ലീവ് ഇതേപോലെ ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മുടെ 2 സ്ലീവും റെഡി ആയിട്ടുണ്ട്. നമ്മൾ രണ്ടും ഇങ്ങനെ ഫ്രിൽസ് ചെയ്തിട്ടെടുത്തു. ഇനി ടോപ്പുമായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് വെക്കുക. എപ്പോഴും സെൻറ്ററിൽ നിന്ന് വേണ്ടോ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ, എന്നാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതാ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതേ നമുക്ക് 2 സ്ലീവും ഇതേ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തു. കണ്ടില്ലേ, 2 സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ എഡ്ജ് വശത്ത് നമ്മൾ നേരത്തെ ഒരു 1 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ്. കാരണം നമുക്കൊരു ടണൽ പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്കൊരു ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കണം. അതിനായിട്ടൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് സ്ലീവിൻ്റെ എഡ്ജ് വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഞാൻ എൻ്റെ കയ്യിലൊന്ന് ചുറ്റിയിട്ടാണ് ഇലാസ്റ്റിക് എടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 7 ഇഞ്ച് നീളമുണ്ട് ഇലാസ്റ്റിക്കിന്. അപ്പോൾ ഈ ഇലാസ്റ്റിക് ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഇലാസ്റ്റിക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കാണാം. ഞാനിവിടെ 4 ഇഞ്ചിന് ഇലാസ്റ്റിക്കായിട്ട് എടുത്തിരിക്കുന്നത്. അതാണ് ഇത്ര തിന്നായിട്ട് തോന്നുന്നത്. അപ്പോൾ ഒരു സ്ലീവ് നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തു. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലീവും കൂടെ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. നമ്മളിത് 2 സ്ലീവിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് കൈയിൻ്റെ സ്ലീവിൻ്റെ എഡ്ജ് വശം മുതൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ബോട്ടത്തിൻ്റെ എഡ്ജ് വശം വരെ അടിവശം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. സ്ലീവ് മുതൽ ടോപ്പിൻ്റെ അടിവശം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. 2 സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ 2 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. നമ്മുടെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ഒരുപാട് വെബ്സൈറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇട്ട് കഴിഞ്ഞത് ഇങ്ങനെ ഉണ്ടാവുക. കുറച്ച് മിനി ഡ്രസ്സായിട്ടാണ് ഞാൻ ചെയ്തത്. ഇത് ലെങ്ത്തായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് കംഫർട്ട് എന്ന് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ട് ഷോർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ഇടാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ എന്തായാലും ഈ ഒരു ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയണം. പിന്നെ നമ്മളെന്തും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ വീഡിയോക്ക് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.